Hello everyone, welcome back to Career Line Kerala. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ചിരിക്കുന്ന 8 നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 8 നോട്ടിഫിക്കേഷൻസും വിളിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ലൈവ് ആണ്. 30/9/2025 ലൈവ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് 31 തീയതി വരെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ മാസം 31 തീയതി വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഏകദേശം 3 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ജോലികളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് അറിഞ്ഞ വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പോസ്റ്റ് ആണ്. ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 3 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത്. ആൻഡ് കമ്പനി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വായിക്കാം. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒക്കെ പ്രോപ്പർലി ഹെഡിങ് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ ലിങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് CA ഓർ CMA ആണ്. ആൻഡ് നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICAI അല്ലെങ്കിൽ ICMAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പർ ആയിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 38 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൽ മിനിമം 5 ഇയേഴ്സ്, അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് എങ്കിലും NBFC അല്ലെങ്കിൽ ബാങ്ക് അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ ഇനി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ആപ്ലിക്കേഷൻ വരുന്നത് 1500 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അത് 375 രൂപയാണ്. നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനനുസരിച്ചിട്ട്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. ആൻഡ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ്. 2 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതും ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 40,000 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കമ്പനി ഡീറ്റെയിൽസും അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ വായിച്ച് നോക്കാവുന്നതാണ്. ആൻഡ് എലിജിബിലിറ്റി വരുന്നത് BA അല്ലെങ്കിൽ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഏജ് ലിമിറ്റ് 35 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. ഈ ഏജ് ലിമിറ്റ് നോക്കുന്നത് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 30/9/2025 ഈ ഡേറ്റ് വെച്ചിട്ടാണ് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഡേറ്റിലാണ് നിങ്ങൾ 35 വയസ്സ് കഴിയാനായിട്ട് എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് മിനിമം 3 ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൽ 2 ഇയേഴ്സ് മിനിമം 2 ഇയേഴ്സ് എങ്കിലും സൈറ്റ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഈ ഒരു ജോബിലേക്ക് വേണ്ട നിങ്ങളുടെ സ്കിൽസ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് നോളേജ് ഓഫ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സും മെറ്റീരിയൽസിനൊക്കെ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് നോളേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സൈറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ എബിലിറ്റി ടു ഇൻറ്ററപ്റ്റ് ആൻഡ് റിവ്യൂ ഡ്രോയിങ്സ് റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് റിവ്യൂ ചെയ്യാനുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺട്രാക്ട് മാനേജ്മെന്റ്, ബില്ലിംഗ്, ടെൻഡറിങ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഡിസൈറബിൾസ് ആണ് എക്സ്പീരിയൻസ് ഇൻ പ്രൈസ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിരിക്കും. എസെൻഷ്യൽ അല്ല, നിങ്ങൾക്ക് അതില്ലെങ്കിലും അപ്ലൈ ചെയ്യാം. ആൻഡ് ഇതിനകത്ത് വരുന്നത് 1 ഇയർ കോൺട്രാക്റ്റ് ആണ്. ലൊക്കേഷൻ വരുന്നത് ഏത് ഓഫീസിൽ വേണോ, KSIDCയുടെ ഏത് ഓഫീസിൽ വേണോ നിങ്ങളുടെ പോസ്റ്റിംഗ് വരാം. കേരളത്തിൽ എവിടെ വേണോ വരാം. ആൻഡ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 600 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് അത് 150 രൂപയാണ്. ആൻഡ് അടുത്ത് വരുന്ന പോസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. 2 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 30,000 രൂപയാണ് സാലറി വരുന്നത്. ആൻഡ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് MBA, ഏത് ഡിസിപ്ലിൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് MBA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് മിനിമം 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്.
ആൻഡ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് ക്ലയന്റ് എൻഗേജ്മെന്റ് സ്കിൽ, അനലിറ്റിക്കൽ ആൻഡ് റിസർച്ച് സ്കിൽസ്. ഈ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 ഇയർ കോൺട്രാക്റ്റ് ആണ് വരുന്നത്. ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഓഫീസിലാണ്, KSIDCയുടെ ഏത് ഓഫീസിൽ വേണോ നിങ്ങളുടെ പോസ്റ്റിംഗ് വരാം. ആൻഡ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 600 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ്. അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. പ്രൊജക്ട് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. 4 വാക്കൻസീസ് ആണ് വരുന്നത്. കോൺട്രാക്ട് ബേസ്ഡ് ആണ്. 30,000 രൂപയാണ് ശമ്പളം വരുന്നത്. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE അല്ലെങ്കിൽ BTech ആണ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ ടെക്നോളജി. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MC ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് അത് ഗവൺമെന്റിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും പ്രശ്നമില്ല. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ടിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ലൊക്കേഷൻ വരുന്നത് ഏത് ഓഫീസിലാണോ നിങ്ങളുടെ പോസ്റ്റിംഗ് വരാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 600 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപ. കോൺട്രാക്ട് വരുന്നത് 1 ഇയർ കോൺട്രാക്റ്റ് ആണ്. അടുത്ത് വരുന്ന പോസ്റ്റ് സെക്ടർ സ്പെഷ്യലിസ്റ്റ് ബയോടെക്നോളജി ലൈഫ് സയൻസസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിലേക്കാണ്. ഒരു വാക്കൻസിയാണ് വരുന്നത്. കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത്. ആൻഡ് പേയ്മെന്റിൽ ഈ ഒരു ജോബിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ MBA, അല്ലെങ്കിൽ MS മാസ്റ്റർ ഓഫ് സയൻസ്, MSc, MTech ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 50 വയസ്സിൽ കൂടാൻ പാടില്ല. 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ദെൻ ആപ്ലിക്കേഷൻ ഫീ നോക്കിക്കഴിഞ്ഞാൽ 1000 രൂപയാണ്. അതിൽ SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അടുത്ത് വരുന്ന പോസ്റ്റ് സെക്ടർ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് ആണ്. ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ടെക്നോളജിക്കകത്ത്. ആൻഡ് നമ്പർ ഓഫ് വാക്കൻസി 1 വാക്കൻസി ആണ്. കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 1 lakh ആണ് പേയ്മെന്റ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് എക്കണോമിക്സ്, മാസ്റ്റർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MBA, MS മാസ്റ്റർ ഓഫ് സയൻസ്, MSc, MTech ഇൻ റിലവൻറ്റ് ഡിസിപ്ലിൻ. ഇതിൽ ഏതെങ്കിലും റിലേറ്റഡ് ഡിസിപ്ലിൻ്റെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 50 വയസ്സാണ് ഇവിടുത്തെ ഏജ് ലിമിറ്റ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ഏത് ഓഫീസിൽ വേണോ നിങ്ങളുടെ പോസ്റ്റിംഗ് വരാം. ആൻഡ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1000 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് അത് 250 രൂപയായിരിക്കും. ദെൻ വരുന്നത് സെക്ടർ സ്പെഷ്യലിസ്റ്റ് ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റേഴ്സിലേക്കാണ്. അത് നമ്പർ ഓഫ് വാക്കൻസി 1 വാക്കൻസിയാണ് വരുന്നത്. കോൺട്രാക്ട് ബേസ്ഡ് ആണ്. 1 ലക്ഷം രൂപയാണ് സാലറി വരുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. മാസ്റ്റർ ഓഫ് ബിസിനസ് എക്കണോമിക്സ്, അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MBA, മാസ്റ്റർ ഓഫ് സയൻസ്, MSc, MTech. ഏജ് ലിമിറ്റ് 50 വയസ്സ്, 8 വർഷത്തെ എക്സ്പീരിയൻസ്, 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ഏത് ഓഫീസിൽ വേണോ നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരാം. ആപ്ലിക്കേഷൻ ഫീസ് 1000 രൂപ. SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപ. ആൻഡ് അടുത്ത് വരുന്ന പോസ്റ്റും സെക്ടർ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് തന്നെയാണ്. റിന്യൂവബിൾ എനർജിയിലാണ് വരുന്നത്. വാക്കൻസി 1 വാക്കൻസിയാണ്. കോൺട്രാക്ട് ബേസ്ഡ് ആണ്. 1 ലക്ഷമാണ് സാലറി വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് എക്കണോമിക്സ്, മാസ്റ്റർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MBA, മാസ്റ്റർ ഓഫ് സയൻസ്, MSc, MTech. ഏജ് ലിമിറ്റ് 50 വയസ്സ്, 8 വർഷത്തെ എക്സ്പീരിയൻസ്. ലൊക്കേഷൻ വരുന്നത് ഏത് ഓഫീസിൽ വേണോ മീൻസ് ഏത് ലൊക്കേഷനിൽ വേണോ നിങ്ങൾക്ക് വരാം. കേരളത്തിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആപ്ലിക്കേഷൻ ഫീ 1000 രൂപ. SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപ. കോൺട്രാക്റ്റ് വരുന്നത് 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ്, ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ ഏതിലെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.